കുഷ്ഠരോഗികൾക്കു വേണ്ടി ജീവിതം ഹോമിച്ച ഇന്ത്യയുടെ ഡാമിയൻ ബാബ ക്രിസ്തുദാസ്. ഭാരതത്തിന്റെ വടക്കേ അതിർത്തി പങ്കിടുന്ന നേപ്പാളിനോട് ചേർന്ന് കിടക്കുന്ന ബീഹാർ എന്ന സംസ്ഥാനം. ഈ സംസ്ഥാനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അവിടുത്തെ ദരിദ്രരായ കർഷകരുടെയും നിരക്ഷരതയുടെയും അസമത്വത്തിന്റെയും ഒരു മുഖം നമ്മുടെ മുൻപിൽ തെളിയും. എങ്കിൽ അതിനുമപ്പുറം ബീഹാറിന് പറയുവാൻ ആരും കൊതിക്കുന്ന ഒരു പൈതൃക ചരിത്രമുണ്ട്. പൗരാണിക ചരിത്രമായ ആർഷഭാരത സംസ്കൃതിയുടെ ഉടലെടുപ്പ് ബീഹാറിന്റെ ഞരമ്പുകളിലായിരുന്നു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബീഹാറാണ്. അജ്ഞർ എന്ന് നമ്മൾ വിളിച്ച ഈ ബീഹാറികളുടെ മണ്ണിലാണ് അറിവിന്റെ വാതായനങ്ങൾ തുറന്നിട്ട നളന്ദ, വിക്രമശില സർവകലാശാലകൾ 12-ാം നൂറ്റാണ്ടുവരെ ലോകത്തിനു മുൻപിൽ ജ്ഞാനത്തിന്റെ മഹാഗോപുരങ്ങളായി തല ഉയർത്തി നിന്നത്. മൗര്യ രാജാക്കന്മാരുടെ കേന്ദ്രമായിരുന്നു ഇവിടം. അശോക ചക്രവർത്തിയുടെ കാലത്താണ് ഈ പ്രദേശം പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയത്. തലസ്ഥാനമായ പാടലീപുത്രയിൽ അശോക ചക്രവർത്തിയുടെ കൊട്ടാര അവശിഷ്ടങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോകുന്നത്. മൗര്യന്മാർക്ക് ശേഷമുള്ള ബീഹാറിന്റെ ചരിത്രം നിരന്തരമായ ആക്രമണങ്ങളുടേതാണ്. ഡൽഹി സുൽത്താൻമാരും മുഗളന്മാരും ആ പ്രദേശം ആക്രമിച്ചു കീഴടക്കി. അങ്ങനെ പ്രശസ്തമായ പാടലീപുത്രത്തിന്റെയും മഗധയുടെയും ശോഭ കെട്ടു. പാടലീപുത്രത്തിന്റെ സ്ഥാനത്ത് പാറ്റ്ന നഗരം സ്ഥാപിച്ചത് ഷർഷയാണ്. ഇത് ഗംഗ. ഇന്ത്യൻ സംസ്കാരങ്ങൾക്ക് ഊടും പാവും നൽകി വളർന്നത് ഗംഗാ നദീതടങ്ങളിലാണ്. ഇന്ത്യയുടെ പുണ്യനദി ഗംഗ ബീഹാറിലൂടെ കടന്നുപോകുന്നു. സമ്പൽ സമൃദ്ധമായ ഗംഗാ നദീതടങ്ങളിൽ മുഴുവൻ കൃഷി ചെയ്താൽ ഇന്ത്യയിലെ എല്ലാവർക്കുമുള്ള ഭക്ഷണം സുലഭമായി ലഭിക്കുമെന്ന് പറയുമ്പോൾ ഈ പുണ്യനദിയുടെ പ്രാധാന്യം എത്ര വലുതാണ്. ഇതാണ് ഗയ. ഗയയാണ് ബീഹാറിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്ന്. സിദ്ധാർത്ഥ രാജകുമാരന് ബോധോദയമുണ്ടായതും അദ്ദേഹം ശ്രീബുദ്ധനായി തീർന്നതും ഇവിടെ വെച്ചാണ്. അതിനാൽ ഇവിടം ബുദ്ധഗയ എന്നറിയപ്പെടുന്നു. ലോകമെങ്ങുമുള്ള ബുദ്ധമതക്കാരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ബുദ്ധഗയ.
ഇതാണ് ബോധിവൃക്ഷം. ഈ ആൽമരത്തണലിൽ വെച്ചാണ് ശ്രീബുദ്ധന് ബോധജ്ഞാനം ലഭിച്ചത്. കൃഷി പ്രധാന ഉപജീവനമായി സ്വീകരിച്ചിരിക്കുന്ന ബീഹാറിന്റെ മണ്ണ് ഭാരതീയ സംസ്കൃതിയുടെ ഈറ്റില്ലമായി മാറിക്കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം ഇന്ത്യയുടെ ഇപ്പോഴത്തെ കുതിച്ചുചാട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോകസ്തംഭം നിലകൊള്ളുന്ന ബീഹാറിന്റെ മണ്ണിന്റെ വടക്കേ അറ്റത്തേക്ക് ഒരു തീർത്ഥയാത്ര. കിങ്ഡം ഓഫ് നേപ്പാൾ. ഇന്ത്യക്ക് ഒരതിർത്തി രാജ്യമാണ് നേപ്പാൾ. വടക്കൻ ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ റക്സോൾ എന്ന പട്ടണത്തിനോട് ചേർന്ന് അതിർത്തിയിൽ സുന്ദർപൂർ എന്ന ഒരു ഗ്രാമം. പേര് കേൾക്കുമ്പോൾ സുന്ദരമെങ്കിലും ഈ ഗ്രാമത്തിൽ സുന്ദരമല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. എല്ലാവരാലും അവഗണിക്കപ്പെട്ട, തള്ളപ്പെട്ട കുഷ്ഠരോഗികളുടെ ഒരു ഗ്രാമം. ഇന്ത്യയെയും നേപ്പാളിനെയും വേർതിരിക്കുന്ന ഒരതിർത്തി കല്ലാണിത്. ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തിയായ ഒരു തോടിനരികിൽ ആർക്കും അവകാശമില്ലാത്ത പുറമ്പോക്ക് ഭൂമിയിലേക്ക് പരിഹാസ്യരും പരിത്യജിക്കപ്പെട്ടവരുമായ കുഷ്ഠരോഗികളെ കാലാകാലങ്ങളായി ആട്ടിയോടിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്ത്യയിലും നേപ്പാളിലും തീണ്ടാപ്പാടകലെ മാറ്റി നിർത്തപ്പെട്ട കുഷ്ഠരോഗികൾ സുന്ദർപൂരിലെത്തി മൺകുടിലുകൾ കെട്ടിപ്പാർത്തു. വേദനാജനകമായ ഒരു ജീവിതമായിരുന്നു അവരുടേത്. മരുന്നില്ല, ഭക്ഷണമില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല. കുഷ്ഠരോഗികളെ കണ്ടാൽ കല്ലെറിഞ്ഞോടിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ചികിത്സയോ മനുഷ്യനാണെന്ന പരിഗണനയോ ലഭിക്കാതെ അവയവങ്ങൾ മുറിഞ്ഞു വീണ് അനേകർ മരിച്ചു വീണു. ഈ ദുസ്ഥിതി കേട്ടറിഞ്ഞ് 1981 നവംബർ 28 ഒരു നല്ല സമറായക്കാരൻ ഈ സുന്ദർപൂർ ഗ്രാമത്തിലേക്ക് കടന്നുവന്നു. തോളിലൊരു മാറാപ്പും തലയിലൊരു മരുന്നുപെട്ടിയും 4 കുഷ്ഠരോഗികളുമായി കടന്നുവന്ന ഫാദർ ക്രിസ്തുദാസ്.
സുന്ദർപൂർ, കുഷ്ഠരോഗികൾക്ക് മാത്രമായി ഇന്ത്യയിൽ ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ കുഷ്ഠബാധിതർക്കും അവരുടെ മക്കൾക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരാൾ, ഫാദർ ക്രിസ്തുദാസ്. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട ഇടമറുകു ഗ്രാമത്തിൽ വേലന്മാര് കുടിയിൽ കുടുംബത്തിൽ ജനിച്ച ഫാദർ ക്രിസ്തുദാസ് ഇതിനോടകം 50,000-ൽ പരം കുഷ്ഠരോഗികളെ സുന്ദർപൂരിൽ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. 53 വർഷമായി ഈ നല്ല സമറായന്റെ ജീവിതം കുഷ്ഠരോഗികൾക്കൊപ്പമാണ്. വടക്കൻ ബീഹാറിലെ ഈസ്റ്റ് ചമ്പാരൻ സുന്ദർപൂർ ഗ്രാമത്തിൽ ഫാദർ ക്രിസ്തുദാസ് അർപ്പിച്ച ശുശ്രൂഷ ലോകത്തെ അമ്പരപ്പിക്കുന്നതായിരുന്നു. 1,00,000 കുഷ്ഠബാധിതരെ സുഖപ്പെടുത്തുക മാത്രമല്ല, അവരെയും മക്കളെയും ജാതിമത വേർതിരിവുകളില്ലാതെ മരുന്നും ഭക്ഷണവും പാർപ്പിടവും വിദ്യാഭ്യാസവും നൽകി സ്വയം പര്യാപ്തരാക്കി ഞങ്ങളും ഈ നാടിന്റെ മക്കളാണ് എന്ന ബോധ്യം വളർത്തി ദൈവമക്കളാക്കി വളർത്തിയെടുക്കുവാൻ ഫാദർ ക്രിസ്തുദാസിന്റെ ജീവിതം ഈ ഗ്രാമവാസികൾക്കു വേണ്ടി ഹോമിക്കപ്പെടുകയായിരുന്നു. ബാബ, ഒരു സന്യാസിയാകണം, ലൗകിക സുഖങ്ങളിൽ നിന്നെല്ലാം വിട പറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം, എന്തായിരുന്നു ഈ ജീവിതത്തോടുള്ളൊരു ആകർഷണം? ഹിമാലയത്തട്ടിലോ വനത്തിലോ പോയി ഒരു ഋഷിയാകുവാനോ ഒരു സന്യാസിയാകുവാനോ ഉള്ള ആഗ്രഹം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പരമാർത്ഥം അതാണ്. പിന്നെ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈ കുഷ്ഠരോഗികളുടെ ഇടയിൽ വന്ന് അവരെ സേവിക്കാനുള്ള ആകർഷണം എനിക്കുണ്ട്. ഇന്നുകൊണ്ട് അന്നുകൊണ്ടായിരുന്നു. കാരണം അവർ കഷ്ടപ്പെടുന്നവരാണ്. കഷ്ടപ്പെടുന്ന കുഷ്ഠരോഗികളിൽ അവരുടെ ജീവിതത്തിലൊരു ഒരു മീനിങ് ഉണ്ടാക്കി കൊടുക്കുവാൻ, അവരിൽ ക്രിസ്തുവിനെ കാണുവാൻ അങ്ങനെയൊരു ആകർഷണം എനിക്കുണ്ടായിട്ടുണ്ട്. ക്രിസ്തു ഒരു സന്യാസിയായിരുന്നല്ലോ. അതുകൊണ്ട് ആ ക്രിസ്തുവിൻ്റെ കാലടിപ്പാടുകളിൽ കൂടെ ഞാൻ മുന്നോട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാബയ്ക്ക് ഇത്രയൊക്കെ ഈ റിസ്ക് എടുക്കുവാനുള്ള ഈ ശക്തി, ഈ പവർ ഇത് എവിടുന്നാണ് കിട്ടുന്നത്? എൻ്റെ ഗുരു ക്രിസ്തുനാഥൻ 2000 വർഷം മുമ്പ് ആ കുഷ്ഠരോഗിയെ തൊട്ട് സുഖപ്പെടുത്തി. അതിന് മുമ്പ് ആരും തൊട്ടിട്ടില്ലായിരുന്നല്ലോ. അതൊരു ഭയങ്കര ശക്തിയാണത്. ഒരു സ്നേഹത്തിൻ്റെ വിപ്ലവമായിരുന്നു. ആ പ്രേരണ ആ ക്രിസ്തുവിൽ നിന്ന് എനിക്ക് കിട്ടുകയാണ്. ആ ശക്തി എനിക്ക് ക്രിസ്തുവിൽ നിന്ന് കിട്ടുകയാണ്. ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് മാറുന്നു. ആ ക്രിസ്തു ഇന്ന് ദിവികാരുണ്യത്തിലും കഷ്ടപ്പെടുന്ന കുഷ്ഠരോഗികളുടെ ഹൃദയത്തിലും ഇന്നുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ട്. ആ ജീവിച്ചിരിക്കുന്ന ക്രിസ്തു എനിക്ക് ധൈര്യം തന്നിട്ട് എന്നെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നില്ല എല്ലാവരും ഇതുപോലെ ചെയ്യണമെന്ന്. അതിനുള്ള അവസരം എനിക്ക് കിട്ടുന്നത് പോലെ ഇറക്കം കിട്ടത്തില്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, നമ്മളെല്ലാം ഇവരെ ഒരു സ്നേഹത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുക, ഒരു സഹാനുഭൂതി കാണിക്കുക. We all should be capable of loving them,
we should have sympathy for them, a solidarity with such kind of people, and a consideration that they are, he, she, every leprosy patient is my brother and my sister. അവനും അവളും എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ്. ആ വീക്ഷണത്തോടെ നമുക്ക് നോക്കണം. അത്രയും അത് മതി. ദാഹിക്കുന്നവന് ദാഹജലമായി കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹജലം നമ്മളിലേക്ക് വർഷിക്കുകയാണ്. ആ ജലത്തിന് വേണ്ടി നമ്മളും ദാഹിക്കുന്നു. ബാബ, ഈ മദർ തെരേസയുമായി വളരെയധികം അടുത്ത ഒരു ബന്ധം ബാബയ്ക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. എന്തായിരുന്നു മദർ തെരേസയുമായിട്ടുള്ള ജീവിതവുമായി ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷനും ആ കാഴ്ചപ്പാടും ഒക്കെ എന്താ? മദർ തെരേസയുടെ കൂട്ടത്തിൽ ഞാൻ 14 വർഷം ജോലി ചെയ്തു. 14 വർഷം ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു അനുഭവമാണ് എനിക്ക് കിട്ടിയത്. മദറിൻ്റെ life of simplicity, life of dedication and love was very, very inspiring. And that has helped me to come to Bihar and to do this kind of work. She was a very inspirational saint from whom I gained a lot of inspiration. പാവങ്ങളെ സ്നേഹിക്കാനും സേവിക്കാനും വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. കാലിഘാട്ടിൽ മദർ വന്നു, ഞാനും ചെന്നിരുന്നു. ഞാൻ പിന്നീടാണ് ചെന്നത്. ബട്ട് ഐ സോ ദ സീൻ വാസ് വെരി ടച്ചിങ്. ഷീ വാസ് ഇൻ ദ ടോയ്ലറ്റ്സ് ഓഫ് ദ പേഷ്യൻസ്, cleaning, rubbing and sweeping the floor, giving bath to the patients, to the broken bodies. That's very, very inspiring. And then I too thought, a foreigner coming from so far, doing this kind of work, down-to-earth service, kneeling down service. If she can do, why can't I also do this kind of work? So definitely she has inspired me and given me the strength to do this. He was a living Christ for me. ഈ ബീഹാറിലെ റെക്സോളിലേക്ക് ഈ സ്ഥലത്തേക്ക് വരാനുള്ള കാരണം എന്താ? ഈ റെക്സോളിലേക്ക് വരാൻ ഒരു വിശേഷ കാരണം ഉണ്ടായി. നമ്മളിവിടെ ഇരിക്കുന്ന ഈ സ്ഥലമുണ്ട്, അത് നോ മാൻസ് ലാൻഡാണ്. ഈ ബിൽഡിങ്ങും ഈ സ്ഥലവും എല്ലാം ഇന്ത്യയുടെ അവസാനമാണ്. ഇത് കഴിഞ്ഞ പിന്നെ നേപ്പാൾ ആരംഭമാണ്, എഡ്ജാണ്. പിന്നെ ബീഹാറിലെ കുഷ്ഠരോഗികളെല്ലാം ആട്ടി ഓടിച്ച് അവരെല്ലാം ഒരു സ്ഥലവും ഇല്ലാതെ ഈ നോമാൻസ് ലാൻഡിൽ വന്ന് താമസിക്കുകയായിരുന്നു, ചെറ്റക്കുടലുകളിൽ. അങ്ങനെ ഒരു 200 പേര് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ. അന്നേരം അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? അത് ഭയങ്കര ജീവിതമായിരുന്നത്, ദയനീയ പരിസ്ഥിതി എന്നാണ് പറയുന്നത്.
അവിടുന്ന് റക്സോളിൽ നിന്ന് ഇവിടെ വരാനായിട്ട് റോഡില്ലായിരുന്നു. ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, കുടിക്കാൻ വെള്ളമില്ല, പിന്നെ വരാനുള്ള വഴിയില്ല, ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒരു ഹോസ്പിറ്റലില്ല. അങ്ങനെ കഷ്ടപ്പെട്ടുള്ളൊരു ജീവിതമായിരുന്നു. വ്രണങ്ങൾ വന്നാൽ പൊട്ടി ഒഴുകണം, ആരും നോക്കാനില്ലായിരുന്നു. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വല്ലതും ഒന്ന് ചെയ്യണം. സുന്ദർപൂരിലെത്തിയ ഫാദർ ക്രിസ്തുദാസ് അവിടെയുണ്ടായിരുന്ന കുഷ്ഠരോഗികളോടൊപ്പം ഒരു മൺകുടിലിൽ വാസമുറപ്പിച്ചു. കരളലിയിക്കുന്ന കാഴ്ചയാണ് സുന്ദർപൂരിലെ ഊഷരഭൂമിയിൽ കാണുവാനുണ്ടായിരുന്നത്. മരണത്തിന്റെ, വിശപ്പിന്റെ, നൊമ്പരത്തിന്റെ നേർക്കാഴ്ചകൾ. കുഷ്ഠരോഗത്തിന് മരുന്നില്ലാതിരുന്ന കാലത്ത് ഈ രോഗം വന്നവരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. കുടുംബാംഗങ്ങൾ എല്ലാവരും രോഗിയെ ഉപേക്ഷിക്കും. ഓടിച്ചു പിടിച്ച് ചാക്കിൽ കയറ്റി കെട്ടി ഉന്തുവണ്ടിയിൽ ടൗണിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് ട്രെയിനിൽ കടത്തിവിടും. ട്രെയിനിലെ പോർട്ടർമാർ ചാക്കിനുള്ളിലെ അനക്കം കണ്ടാൽ കുഷ്ഠരോഗിയാണെന്ന് മനസ്സിലാക്കി ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്കും നദികളിലേക്കും വലിച്ചെറിയും. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ബാബ സുന്ദർപൂരിലെത്തുന്നത്. ഒരു ഡിസംബറിലെ പ്രഭാതത്തിൽ പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളുമായി ഒരു ഭാര്യയും ഭർത്താവും ചോരക്കുഞ്ഞുമായി അച്ഛന്റെ കുടിലിന് മുന്നിലെത്തി. കുഷ്ഠരോഗം ബാധിച്ചു എന്ന ഒറ്റ കാരണത്താൽ കുടുംബത്തിൽ നിന്നും ആട്ടിയിറക്കപ്പെട്ട ആ ദമ്പതികളുടെ കഥനകഥ ഫാദർ ക്രിസ്തുദാസിന്റെ മനം തകർത്തു. അതൊരു തുടക്കമായിരുന്നു. അവരുടെ ഓമന കുഞ്ഞിനെ വാരിയെടുത്ത് സുന്ദർപൂരിലെ ആശ്രമത്തിന് പേരിട്ടു ലിറ്റിൽ ഫ്ലവർ. റക്സോൾ വരുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല. 14 വർഷം മദർ ടെരേസയുടെ കൂടെ ഒരു വോളണ്ടിയറായിട്ട് ജോലി ചെയ്തായിരുന്നു. അപ്പം മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് ഇവിടെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരു തീരുമാനം എടുത്തു. പൈസ ഒന്നുമില്ല, എന്നിട്ടും അങ്ങനെ തീരുമാനം എടുക്കേണ്ട വന്നു. 1981 നവംബർ 20 ഞാനിവിടെ വരിക. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു 50-55 ചെറ്റക്കുടലുകളുണ്ട്. ഒത്തിരി പേരെല്ലാം എന്നെ അറിയാമായിരുന്നു. കാരണം ഇവിടുന്ന് അവിടെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ ഒത്തിരി പേര് അറിയാമായിരുന്നു. ആയിക്കോട്ടെ, വാം വെൽക്കം ഓൾസോ. വാം വെൽക്കം കിട്ടിയിട്ട് അവരുടെ ഒരു ചെറ്റക്കുടൽ കാലിയ അവിടെ ആരുമില്ലായിരുന്നു താമസിക്കും. അതെനിക്ക് തന്നു. എൻ്റെ കൂട്ടത്തിൽ അവിടുത്തെ 8-10 പേര് രോഗികളായിരുന്നു. സുഖപ്പെട്ടു ഒരു പുനർവാസത്തിൻ്റെ വ്യവസ്ഥയെല്ലാം കൊടുത്ത് അങ്ങനെ 8-10 പേര് എൻ്റെ കൂട്ടത്തിൽ പോന്നു. പൈസ ഇല്ലാത്തത് കൊണ്ട് ഈ നമ്മുടെ മെത്രാനച്ചനോട് 2000 രൂപ ഞാൻ കടം വാങ്ങിച്ചു. അത് പോക്കറ്റിലിട്ടുണ്ട് അവിടെ വരുന്നത്. അതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഈ 8-10 പേരും കൂട്ടത്തിലുണ്ട്. ഒരു 2000 രൂപ കടം വാങ്ങിച്ച പൈസ കൊണ്ടുവന്നത് ഒരു 10-15 ദിവസം കൊണ്ട് തീർന്നു പോയി. അപ്പം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചു, ഇങ്ങനെയാണ് എങ്ങനെ പറ്റും, എങ്ങനെ മുമ്പോട്ട് പോകും, ഇടപെടണം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. പുള്ളി കേട്ടു. അപ്പം എങ്ങനെയാത്, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു ഈ ഹോളണ്ടിലെ പീറ്റർ ജെർക്സൺ അവളുടെ പേര്. പുള്ളി ഒരു പ്രാവശ്യം കൽക്കട്ട വന്നിരുന്നു. നമ്മുടെ ജോലികളെല്ലാം കണ്ടായിരുന്നു.
വളരെ ഇഷ്ടപ്പെട്ടു. പോകുന്നതിന് മുമ്പ്, തിരിച്ചു പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, വല്ല പ്രോഗ്രാം വരെ ഉണ്ടെങ്കിൽ മുന്നോട്ട് തുടങ്ങാൻ പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കാവോ എന്ന്. ഡിസംബർ 17 എനിക്കൊരു ടെലിഗ്രാം കിട്ടുക, കൽക്കട്ടയ്ക്ക് ഒന്ന് വരണം എന്നും പറഞ്ഞ്. പുള്ളിയുടെ പേരും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കൽക്കട്ടയിലുണ്ട്. ഞാൻ ചെന്നു. പുള്ളിയുടെ അറ്റാച്ച് അങ്ങോട്ട് he opened it. Then he took out, പുള്ളി തുറന്നിട്ട് ഒരു 100 രൂപയുടെ നോട്ടിൻ്റെ ഒരു 16 ബണ്ടില്. അപ്പം അതൊരു ഭയങ്കരമായി പോയി. ഇത്രയും പൈസ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. 1,60,000 രൂപ ആ കാലത്ത്. പിന്നെ ആ പൈസ ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ട് ആദ്യമായിട്ട് 47 ബെഡിൻ്റെ ഒരു ചെറ്റക്കുടിൽ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ട് പേഷ്യൻസിനെ ചികിത്സിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ 50,000-ലധികം കുഷ്ഠരോഗികളെ നമ്മൾ ചികിത്സിച്ചിട്ടുണ്ട്. ഒരു കുഷ്ഠരോഗി ചികിത്സിക്കുന്നതിന് മുമ്പ് വരുമ്പോൾ തൊട്ട് വേണം ചികിത്സിക്കാൻ, തൊടാതെ പറ്റത്തില്ല. ആ തൊടാനുള്ള ശക്തി എനിക്ക് ക്രിസ്തുനാഥനിൽ നിന്നും കിട്ടുകയാണ്. ഇതുപോലെ കുഷ്ഠരോഗികളെ പോലെ പരാജയപ്പെട്ടവരാരുമില്ല. അപ്പം അവരിലും കുഷ്ഠരോഗം പിടിച്ചവരിൽ എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് ആരും കണക്കെടുത്തിട്ടില്ല. അവർ അധികം പേരും ആത്മഹത്യക്ക് വേണ്ടി പരിശ്രമിക്കുന്നുമുണ്ട്. ഇപ്പോഴും ഉണ്ട്, ഇന്നും ഉണ്ട്. ഒരു റിയാലിറ്റിയാണ്, ഹാർഷ് റിയാലിറ്റിയാണ്. അപ്പോൾ ജീവിതത്തിൽ ഹോപ്പില്ല. പിന്നെ എനിക്ക് എന്നാ ചെയ്യാൻ, എനിക്ക് എന്നാ പറ്റാൻ പോകുന്നത് പിടിയില്ല. വ്രണങ്ങൾ വരുമോ, പിന്നെ ജോലി പോവുമോ, സമൂഹം എന്നെ എങ്ങനെ നോക്കുന്നു, ഒരു ഭയങ്കര പേടിയാണ്. അങ്ങനെ അതുപോലെ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് ഒരു പുതിയ ഒരു ഹോപ്പ് കൊടുക്കണം, എ റിന്യൂഡ് ഹോപ്പ്. അതില്ലാതെ പറ്റത്തില്ല. അപ്പോൾ അവരെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കണം. ആ സ്നേഹത്തോടെ ശുശ്രൂഷിക്കാനായിട്ടൊന്ന് തുടരണം, അല്ലെങ്കിൽ അത് പറ്റത്തില്ല. അപ്പം ബാബയ്ക്ക് ഈ ഒരു ശുശ്രൂഷ രംഗത്ത്, കാരണം ആരും, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇങ്ങനെയുള്ള കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനുള്ള ഒരു രംഗത്തേക്ക് കടന്നു വരാറുള്ളൂ. സ്വന്തം ആരോഗ്യവും ആയുസ്സും എല്ലാം മറന്നിട്ട് ഇത്രയൊക്കെ ഈ റിസ്ക് എടുക്കുവാനുള്ള ഈ ശക്തി, ഈ പവർ ഇത് എവിടുന്നാണ് കിട്ടുന്നത്? When we deeply think, ഗഹനമായിട്ട് ചിന്തിച്ചാൽ ഈ പ്രോത്സാഹനവും പ്രചോദനവും എല്ലാം യേശു ക്രിസ്തുവിൽ നിന്നാണ് ഈ കിട്ടുന്നത്. യേശുവിൻ്റെ കാലത്തും കുഷ്ഠരോഗം ഉണ്ടായിരുന്നു, കുഷ്ഠരോഗികളുണ്ടായിരുന്നു. ബൈബിളിൽ നിറയാതാണല്ലോ നമുക്ക്. ഒരു ദിവസം ഒരു കുഷ്ഠരോഗി കഷ്ടപ്പെട്ട് പുള്ളിൻ്റെ അടുത്ത് വരുന്നത് ആശപ്പെട്ടുണ്ട്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ശുദ്ധനായിക്കോളും, ഞാൻ എന്നെ സുഖപ്പെടുത്താവോ, കാൽ പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുനാഥൻ പുള്ളിയെ സ്നേഹത്തോടെ തൊട്ടു. നീ അയക്കൂ എന്ന് പറഞ്ഞു. സുഖപ്പെട്ടു. ആ തൊടിയിൽ ഒരു സ്നേഹത്തിൻ്റെ വിപ്ലവത്തിൻ്റെ തൊടിയിലായിരുന്നു. ആദ്യമായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. റെവല്യൂഷണറി ടച്ച്. ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി. Jesus touched the leprosy patient with the warmth of love. That touched me also. That gave me the inspiration. If he can touch as a disciple, I also should touch. പുള്ളിയുടെ അനുയായി ആയതുകൊണ്ട് എനിക്കും അത് ചെയ്യണം.
you are a good Christian, you should be daring enough to touch and heal and come into the field of this. Yeah. അപ്പോൾ ബൈബിൾ ആയിരുന്നു ഒരു basis ഏറ്റവും വലിയൊരു പ്രചോദനവും. അതെ അതെ. ബൈബിളിലെ സംഭവങ്ങളൊക്കെ. ഒരു കുഷ്ഠരോഗി പരമാർത്ഥം പറഞ്ഞാൽ ഇത്രയൊരു നിരാശപ്പെടുന്ന ഒരു വ്യക്തി കാണുന്നില്ല, വേറെ ഒരിടത്തുമില്ല. ക്രിസ്തുവിൻ്റെ 5 മുറിവ് വേറൊരു ക്രിസ്തുവായിട്ട് നമുക്ക് പുള്ളിയെ കാണാൻ പറ്റും. ഒരു കുഷ്ഠരോഗിയെ നമുക്ക് കാണാൻ പറ്റും വിശ്വാസം ഉണ്ടെങ്കിൽ. പിന്നെ 5 മുറിവ്, നമ്മുടെ ക്രിസ്തുവിന് 5 മുറിവുണ്ടായിരുന്നു, ആണിയുണ്ടായിരുന്നു, തൂങ്ങിക്കിടന്നിരുന്നു. അതുപോലൊരു കുഷ്ഠരോഗി 5 മുറിവ് കൊണ്ട്, ആണി കൊണ്ട് കുരിശിൽ തൂങ്ങിക്കിടക്കുകയാണ്. അഞ്ച് മുറിവുകൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒരു പ്രയാസമില്ല. ഉദാഹരണമായിട്ട് 5 മുറിവിൻ്റെ ഒരു ആദ്യത്തെ മുറിവാണ് ശാരീരികം, രണ്ടാമത്തേതാണ് മാനസികം, മൂന്നാമത്തെ സാമുദായികം, നാലാമത്തെ സാമ്പത്തികം, 5-മത്തെ ആധ്യാത്മികം. അങ്ങനെ 5 മുറിവാണ്. ഒരു ആദ്യത്തെ മുറിവെടുത്തെ ശാരീരികമാണ്. വ്രണങ്ങളെല്ലാം വന്നു പൊട്ടി, കൈകളുടെ വിരലുകളെല്ലാം പോയി, കഷ്ടപ്പെടുകയാണ്. അങ്ങനെ ശാരീരിക വ്രണം കുഷ്ഠരോഗത്തെ സാധാരണമാണ്, അതും ഭയങ്കരം. രണ്ടാമത്തെ മുറിവിനെ പറ്റി പറഞ്ഞാൽ മാനസികമാണ്, അത് കുറെ കൂടെ ഭയങ്കരമാണ്. ഒന്നും ചെയ്യാൻ പറ്റത്തുമില്ല. എനിക്കാരും ജോലി തരത്തില്ല, എൻ്റെ പിള്ളേർ പഠിക്കത്തില്ല, ആരുമല്ല, എന്തിന് ജീവിച്ചിരിക്കുന്നു ഒരു ചിന്ത. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല, പറ്റത്തില്ല. അങ്ങനെ ഒരു ചിന്ത കൊണ്ട് അങ്ങോട്ട് നിരാശയുടെ മുറിവ്, അതിൽ നിന്നും ചല ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, പഴുത്ത്. മനസ്സും അതുപോലെ. ശരീരത്തിനേക്കാളും ഭയങ്കരമാണ് മാനസിക മുറിവ്. മൂന്നാമത്തെയാണ് സാമുദായിക മുറിവ്. സമുദായം വെറുക്കുന്നു, അറക്കുന്നു, ഇറക്കി വിടുന്നു, പിന്നെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നു. എൻ്റെ വീട്ടിൽ ആരും കയറത്തില്ല, എൻ്റെ വീട്ടിലെ പിള്ളേരെ പഠിപ്പിക്കത്തില്ല, സ്കൂളിൽ വിടാൻ പറ്റത്തില്ല, വളർന്നാൽ കല്യാണമൊന്നും പറ്റത്തില്ല. ഞാൻ വെറുക്കപ്പെട്ടവനാണ് എല്ലാവരാലും. സമുദായം എന്നെ വെറുക്കുന്നു. എനിക്കൊരു കടയിൽ പോകാനോ പറ്റത്തില്ല, പള്ളിയിലും അമ്പലത്തിലും എനിക്ക് പോകാൻ പറ്റത്തില്ല. പുരോഹിതന്മാരും എന്നെ വെറുക്കുന്നു, ഭക്തജനങ്ങളും എന്നെ വെറുക്കുന്നു. അവരുടെ കൂട്ടത്തിൽ പോയിരുന്നാൽ എന്നെ അവർ ഓടിക്കും. ഒരു സമുദായ വെറുപ്പ്, ആ മുറിവ്, അത് ഭയങ്കരമാണത്. നാലാമത്തെ മുറിവ് നോക്കുമ്പം സാമ്പത്തികമായിട്ട് ഒരു മുറിവ് വരികയാണ്. ജോലി ചെയ്യാൻ പറ്റത്തില്ല, സമുദായത്തിൽ ആരും എനിക്ക് ജോലി തരത്തില്ല. എനിക്ക് വല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ അത് പോയി. ഞാൻ ഒന്നുമില്ലെങ്കിൽ പണം എവിടെ നിന്ന് വരും? ധനമില്ല, സമ്പത്തിയില്ല, ഒരു ഭിക്ഷ ആടിക്കേണ്ട വരും. വീട്ടിൽ നിന്നെല്ലാം ഇറങ്ങി
തെരുവീതികളിലും റെയിൽവേ സ്റ്റേഷനിലും ഭിക്ഷയാചിക്ക് ജീവിതം നടത്തേണ്ടവരും. അപ്പോൾ അതിനാണ് സാമ്പത്തിക മുറിവെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 4 മുറിവ് വന്നിട്ടുണ്ട്. ശരീരമായിട്ട് തകർന്നുപോയി, മനസ്സ് തകർന്നു, സമുദായം വെറുത്തു, അവർ സാമ്പത്തികമായിട്ടും തകർന്നുപോയി. ഭയങ്കര അപ്സെറ്റ്. അപ്പൊ ഇനി നമുക്ക് 5ാമത്തെ മുറിവ്, ക്രിസ്തുവിന്റെ 5ാമത്തെ മുറിവ് ആധ്യാത്മികമാണ്. ഇപ്പം 4 മുറിവ് എടുക്കുമ്പോഴത്തേനും ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ ദൈവം എവിടെ? അങ്ങനെ ഒരാളുണ്ടോ? ഒരു സംശയമാണ്. ഉണ്ടെങ്കിൽ എവിടെ? ദൈവം ഉണ്ടെങ്കിൽ ഒരു സ്നേഹമുള്ള ദൈവമാണോ? ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവസാനം പറയും, നിങ്ങൾക്ക് ദൈവമുണ്ട്, സമയത്തിന് ഭക്ഷണം, ആ ശരീരത്തിൽ ദേഹത്തിൽ ഒരു കുഴപ്പമില്ല, നല്ല ശരീരം, ആരോഗ്യമുണ്ട്, പിന്നെ തുണികൾക്കൊന്നും കുറവില്ല, എല്ലാം ഉണ്ട്, 4 നേരം ഭക്ഷണമുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റും, എല്ലാം പറ്റും, സമൂഹത്തിൽ മാന്യസ്ഥാനമുണ്ട്, ഒരു കുറവുമില്ല, സൗന്ദര്യമുണ്ട്. അപ്പം ആ പരിസ്ഥിതിയിൽ ദൈവത്തെ വിളിക്കാനും അല്ലടിയ പാടാനും എളുപ്പമാണ്. നന്ദി പറയാനും ആരാധിക്കാനും വലിയ പ്രയാസമില്ല. പക്ഷെ എൻ്റെ ദൈവം എവിടെ പോയി? ഇത്രയും ഞാൻ കഷ്ടപ്പെടുകയാണ്. ഓരോ കുഷ്ഠരോഗിയും ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവം മരിച്ചു പോയി. ആ കുരിശിൽ മരിച്ച ക്രിസ്തു ഉയർത്തിട്ടില്ല എന്നൊരനുഭവമാണ്. അപ്പോൾ ക്രിസ്ത്യാനികളായ നമുക്ക് ഒരു തെളിവ് കൊടുക്കണം. അല്ല, മരിച്ചു പോയി, ശരിയാണ്, മരിച്ചതാ, പക്ഷെ ഉയർത്തെഴുന്നേറ്റു. അത് നമ്മളെല്ലാം കാത്ത് സംരക്ഷിക്കുന്നു. അങ്ങനെയൊരു ദൈവമുണ്ട്, ഒരു സ്നേഹമുള്ള ദൈവം. അനുഭവം അവർക്ക് വേണം. ഇപ്പോൾ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്താനായിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ രംഗത്തിറങ്ങിയിട്ട് കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന അവൻ്റെ ആണികളും നമുക്കെടുത്ത് കളയണം. ശാരീരികമായ വ്രണം കരിയണം, മനസ്സിലൊരു ആനന്ദം വരണം, ഒരു ന്യൂ ഹോപ്പ് വരണം, ഒരു പുതിയ ആശ. പിന്നെ സമുദായത്തിൻ്റെ ഒരു അക്സെപ്റ്റൻസ് വേണം അവർക്ക്. പിന്നെ സാമ്പത്തികമായിട്ടും അതും ആവശ്യമാണ്. ആ പരിസ്ഥിതിയിൽ ആക്കാമെങ്കിൽ അവർ നമ്മളോടുകൂടി പ്രാർത്ഥിക്കും. എങ്ങനെയാണ് ഈ 5 മുറിവുകൾ ബാബ, ക്രിസ്തുവിന്റെ 5 മുറിവുകൾ എങ്ങനെയാണ് ബാബ ഉണക്കുന്നത്? ഇവിടെ നമ്മൾ 5 മുറിവിനെ പറ്റി പറഞ്ഞല്ലോ. ആദ്യമായിട്ട് ശാരീരികമാണ്. അതിനെ ഉണക്കാനായിട്ട് നമ്മൾ ഒരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. ഒരു 140 ബെഡുള്ള ഹോസ്പിറ്റലാണത്. അത് ബീഹാറിലെ നേപ്പാളിലെയും രോഗികളെല്ലാം ഇവിടെ വന്ന് ചികിത്സ നടത്തുന്നു.
പരിഹാസ്യരും പരിത്യജിക്കപ്പെട്ടവരുമായിരുന്നു അവർ. എല്ലാവരാലും ആട്ടിയോടിക്കപ്പെട്ട, ശപിക്കപ്പെട്ടവർ എന്ന് വിളിച്ചവരുടെ ശാരീരിക മുറിവുകൾ സ്നേഹവും പരിചരണവും കൊണ്ടുണക്കുവാൻ ഈ നല്ല സമറായക്കാരൻ അണിയിച്ചൊരുക്കിയ ഒരാശുപത്രി, ലിറ്റിൽ ഫ്ലവർ ലെപ്രസി ഹോസ്പിറ്റൽ. ഓരോ ദിവസവും ഇന്ത്യയുടെയും നേപ്പാളിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കുഷ്ഠരോഗികൾ ഇവിടേക്ക് വന്നു ചേരുന്നു. ഇവിടെ വരുന്നവരാരെയും ബാബ കൈവിടില്ല. അവർക്ക് വേണ്ട പരിചരണവും ആഹാരവും വസ്ത്രവും കൊടുത്ത് അവരെ രോഗവിമുക്തരാക്കുവാൻ പരിശ്രമിക്കുന്നു. രോഗം ഭേദമായിട്ടും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും വേണ്ടാത്തവർ ഇവിടെ ശുശ്രൂഷയിൽ ബാബയെ സഹായിക്കുന്നു. നിരാശയുടെ പടുകുഴിയിൽ വീണ് ജീവച്ഛവങ്ങളെപ്പോലെ ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഒരതിശയമാണ് ബാബ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ഫാദർ ക്രിസ്തുദാസ്. വർഷമായി ബാബ ക്രിസ്തുദാസിനോടൊപ്പം സേവനനിരതനായി വെള്ളിക്കുളം സ്വദേശി അബ്രഹാം ജോസഫും ഭാര്യ എമ്മാവുല്ല എബ്രഹാമും ഈ ഗ്രാമത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ലെപ്രസി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മൾട്ടി ബാസിലറി, ഒന്ന് പാസി ബാസിലറി. മൾട്ടി ബാസിലറിക്ക് ഞങ്ങൾ ഒരു വശത്തെ ട്രീറ്റ്മെന്റാണ്. അതിന് ഒന്ന് റൈബാംബൈസിന്, ഇത് റൈബാംബൈസിന് 600 മില്ലിഗ്രാം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം, ഈ ക്ലോബാസമിന് 50 mg മില്ലിഗ്രാം ഓരോ ദിവസവും ഡെയിലി. എന്നിട്ട് ഇത് ഡപ്സോൺ ഉണ്ട്, ഡപ്സോണ് 100 mg, അത് ഡെയിലി ഓരോ ടാബ്ലറ്റ് കഴിക്കണം. ഇത് രണ്ടും ഓരോ ടാബ്ലറ്റ് ഡെയിലി കഴിക്കണം. ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം, ഒരു വർഷത്തെ ട്രീറ്റ്മെന്റ് മൾട്ടി ബാസിലറിക്ക്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂറാ ഒരു വർഷം കഴിച്ചു കഴിഞ്ഞാൽ മൾട്ടി ബാസിലറി പേഷ്യന്റിക്ക്. പാസി ബാസിലറി പേഷ്യന്റ് ഉണ്ട്, അവർക്ക് ഈ 2 ട്രക്കേ ഉള്ളൂ, 2 മരുന്ന്. ഒന്ന് RS-ന് ഒരു മാസത്തിൽ ഒരു ഡോസ് ഡപ്സോണ് ഡെയിലി കഴിക്കണം ഓരോ മാസം. ഇവർക്ക് 6 മാസത്തെ കോഴ്സ്, 6 മാസം കൊണ്ട് അവർ കംപ്ലീറ്റ് ക്യൂറാ പാസി ബാസിലറി പേഷ്യന്റ്. അങ്ങനെ 2 തരത്തിന് ഞങ്ങൾ ലെപ്രസി പറ്റി ഡിവൈഡ് ചെയ്തും. പണ്ട് കാലത്ത് ഇതിനൊന്നും ട്രീറ്റ്മെന്റ് ഇല്ലായിരുന്നു. ഇപ്പോഴ് ഇതെല്ലാം വളരെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂറാകും. ഇപ്പോഴും ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടി ഇവിടെ 50,000 കൂടുതൽ പേഷ്യന്റിനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ട്രീറ്റ്മെന്റ് കംപ്ലീറ്റാ. ഒന്നുമില്ല, പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ലെപ്രസി കംപ്ലീറ്റ് ആയിട്ട് ക്യൂറബിളാ. ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ഇവിടെ. ഫിസിയോതെറാപ്പിയുടെ ആവശ്യം അത് ഇങ്ങനെ ഈ കാലും കൈയൊക്കെ ഈ സ്ട്രെയിറ്റ് ആകാൻ വേണ്ടി ഇവരിങ്ങനെ ബെൻഡ് ചെയ്യും. ഇവര് നെർവ്, അൾനാർ നെർവ് ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ ക്ലോ ഫിംഗേഴ്സ് വരും. അതിനെ സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യും. ഫിസിയോതെറാപ്പി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നുള്ളൂ. അതിങ്ങനെ മോടി ഇങ്ങനെ മടങ്ങിയിരിക്കത്തില്ല. പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാത്ത ആൾക്കാർക്കാണ് ഈ കൈയും കാലും ഒക്കെ പോവുകയും ചെയ്യും. മെയിൻ പ്രോബ്ലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സെൻസേഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇവർക്ക് അൾസർ ഉണ്ടാകുന്നതും. അവർ ശരിയായിട്ട് കെയർ ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ അവർക്ക് ഫീലിംഗ് ഇല്ല.
പീലിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഈ അൾസർ ഉണ്ടാകുന്നത്. എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അൾസറായിട്ട് വരിക. അതുകൊണ്ട് മാത്രം, അല്ലാണ്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ക്യൂറാ. 72-ാം വയസ്സിലും ഫാദർ ക്രിസ്തുദാസ് വിശ്രമിച്ചിരുന്നില്ല. പതിനെട്ട് മണിക്കൂർ നീളുന്ന അധ്വാനം, ആശുപത്രിയിൽ രോഗികളെ പരിചരിച്ചും അവരുടെ ക്ഷേമത്തിൽ മാത്രം ശ്രദ്ധയൂന്നി ജീവിതം ഹോമിച്ച ഈ വൈദികൻ ഈരാറ്റുപേട്ട കുമരമംഗലം സെന്റ് പോൾ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ അധ്യാപികയായിരുന്ന സിസ്റ്റർ ഫിലോമിന വായിക്കാൻ കൊടുത്ത ഫാദർ ഡാമിയന്റെ ജീവചരിത്രം സ്വന്തം ജീവിതത്തിൽ ക്രിസ്തുദാസ് അതേപടി പകർത്തി. 140 കിടക്കകളുള്ള സുന്ദർപൂർ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഇന്ന് ബീഹാറിലെ ഏറ്റവും വലിയ കുഷ്ഠരോഗ ചികിത്സാലയമായി വളർന്നിരിക്കുന്നു. ഒരു രോഗിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സോപ്പും എണ്ണയും നൽകി കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രവും ആഹാരവും കൊടുത്ത് ചികിത്സ ആരംഭിക്കുകയായി. ഭക്ഷണവും വസ്ത്രവും മരുന്നും ഇവിടെ സൗജന്യമായി നൽകുന്നു. ആധുനിക ചികിത്സയിലൂടെ മാസങ്ങൾക്ക് ശേഷം ഒരു കുഷ്ഠരോഗി സൗഖ്യവാനായി തിരിച്ചു പോരുന്നു. ആർക്കും വേണ്ടാത്തവർ ഈ ഗ്രാമത്തിന്റെ ഭാഗമായി സന്തോഷപൂർവ്വം ജീവിക്കുന്നു. ഇവിടെ എത്തുന്ന കുഷ്ഠരോഗികളിൽ പലരെയും ബന്ധുക്കൾ ഉപേക്ഷിച്ചു പോയി കളയുക പതിവാണ്. അത്തരമൊരു സംഭവമാണ് ഈ കാണുന്നത്. ഹോസ്പിറ്റലിന് മുൻവശം ചായക്കട നടത്തുന്ന കുഷ്ഠരോഗി കൂടിയായ ലക്ഷ്മി ഇവിടുത്തെ രോഗികൾക്ക് ഒരു സഹായി കൂടിയാണ്. കുഷ്ഠരോഗം ബാധിച്ച് അവശനായി ഇവിടെ വന്ന ഒരു രോഗിയെ ബന്ധുക്കൾ ഉപേക്ഷിച്ചു പോയി കളഞ്ഞു. നിരാലംബനായി മരത്തണലിൽ കിടന്ന ഇയാളുടെ അവസ്ഥ ലക്ഷ്മി ബാബായുടെ ശ്രദ്ധയിൽപ്പെടുത്തി. साधु माँ देखे तो बोले जो बोलू गैंग्रीन बीमारी है, जो ले जाओ अपना घर। तो वो लोग बोलता है कि इनकर बॉक्सी रही, तो हमने पूछने जो के हवे तो कहता हमार कौनो ना बाप हो के कहे जो कौनो ना, लड़का रही या जनानी भी रही, इनकर भाई भी रही। बोले जो रहने तो हम रिक्शा लेकर आते हैं, तो रिक्शा लेके वो नहीं सो नहीं भाग गई छोड़ से, वो मेरा से कौनो ना है। कौन था जो आया आपके पास? बारी मैंने तो हमें क्यों नहीं, आपका बेटा बेटी क्यों नहीं, कोई नहीं घरे बैठा रही है, फतूला के घर लग कोई ना बैठा रही है, भाई या बॉक्सी लेके रही है। बेटा नहीं है आपका? ना बेटा, बेटा नहीं है। अभी भी बीवी नहीं, बीवी भी नहीं है। ना। ये घाव कितना दिन का आपका? मैंने हो गए सर 2-2.5 महीने। 2-2.5 महीने जी, सूखता नहीं है वो? ना। क्या आपको हॉस्पिटल में रहिए थोड़ा, हैं? जी, देखा जाएगा क्या कर सकता है। जी। നീ എന്റെ സഹോദരനാണ്, നിനക്ക് ഞാനുണ്ട്. നിന്നെ സ്നേഹിക്കേണ്ടതും ശുശ്രൂഷിക്കേണ്ടതും എന്റെ കടമയാണ്. ഇവിടെ ഒരു സ്നേഹ വിപ്ലവം തുടങ്ങുകയായി. ജീവിതത്തിന്റെ പുറമ്പോക്കിൽ നിന്നും 50,000-ൽ കൂടുതൽ കുഷ്ഠരോഗികളെ ഉള്ളം കൈയിൽ കോരിയെടുത്ത് സംരക്ഷിച്ച കരുണാർദ്ര ഹൃദയന് കുഷ്ഠരോഗികൾ നൽകിയ ആദരവാണ് ബാബ എന്ന ഓമന പേര്. ക്രിസ്തുവിന്റെ ഒന്നാമത്തെ മുറിവ് ഇവിടെ ഉണങ്ങുകയായി.
ഈ 28-29 വർഷത്തിനിടയിൽ ഒരു 50,000-ത്തിലധികം കുഷ്ഠരോഗികളുടെ ചികിത്സ ഇവിടെ നടത്തി. അവരുടെ രോഗം മാറിയിട്ട് ആ ഓരോരുത്തർക്കും ഒന്ന് ചിരിക്കാനുള്ള അവസരം വീണ്ടും കിട്ടി. എൻ്റെ ജീവിതം നശിച്ചു പോയിട്ടില്ല. ആളുണ്ട്. അത് ശാരീരിക ദുഃഖം പോയി, ശാരീരിക മുറിവ് അങ്ങനെ കരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയുണ്ടൊത്തിരി ഒന്നുകൊണ്ടിരിക്കുകയാണത്. അതിന് സമയമെടുക്കും. അതിന് നിങ്ങളുടെ എല്ലാം സഹായം വേണം, എന്നാലേ പറ്റത്തുള്ളൂ. എൻ്റെ പറ്റത്തില്ല. ബാബ, ഈ ബൈബിളിലെ ഏറ്റവും ടച്ചിങ് ആയി തോന്നിയിട്ടുള്ള വചനം? സുവിശേഷം ബൈബിളെല്ലാം വായിച്ച ശേഷം എന്നെ ഏറ്റവും ടച്ച് ചെയ്ത മത്തായി ശ്ലീഹായുടെ 25-ാം അധ്യായമുള്ളത്. അത് വളരെ ടച്ചിങ് ആണ്. എനിക്ക് വിശന്നപ്പോൾ നീ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചപ്പോൾ നീ വെള്ളം തന്നു കുടിക്കാനായിട്ട്. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. ഞാൻ പരദേശിയായിരുന്നു, എന്നെ നീ കണ്ടു. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ശുശ്രൂഷിച്ചു. അങ്ങനെ അങ്ങ് പോകുന്നു. ആ ലിസ്റ്റ് വളരെ ടച്ചിങ് ആണ്. അതിന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യണം ഒരു ക്രിസ്ത്യാനിയായിട്ട്. ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പിന്നെ ഔട്ട്ഡോറും എല്ലാം ആയിട്ട് ഒരു 50,000 യേശുവിനെ നമ്മൾ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഈ യേശു എന്നോട് പറയരുത്, നിൻ്റെ അടുത്ത് വന്നായിരുന്നു, നീ എന്നെ ആട്ടിയിറക്കി ഓടിച്ചു എന്ന്. ശുശ്രൂഷിക്കാനുള്ളൊരു അവസരം കിട്ടി, അതിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തേതാണ് മാനസിക വ്രണം, മാനസിക മുറിവ്. ഹൃദയം തകർന്നു പോവുകയാണ്. ഇനി കയ്യിലും കാലുമെല്ലാം നോക്കുമ്പോഴത്തേന് ആശകളും എല്ലാം നിരാശയായിട്ട് മാറുകയാണ്. അവരുടെ മനസ്സ് മുരടിച്ചിട്ടില്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും. മനസ്സ് മാത്രം മുരടിച്ചില്ല, മനസ്സ് മുരടിച്ചില്ല. അവരെ ഒരു ഇമ്പോർട്ടൻ്റ് ആക്കാനുള്ള പ്രോഗ്രാം നടത്തുന്നുണ്ട്. അവരെ അതുപോലെയുള്ളവരെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളൊരു സമൂഹം ഉണ്ടാക്കി അവർക്ക് ഒരു മാനസിക സുഖം കിട്ടാൻ വേണ്ടിയിട്ട്, ആ മുറിവിനെ ഉണക്കാൻ വേണ്ടിയിട്ട് രോഗത്തെപ്പറ്റി ചിന്തിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല ഞങ്ങൾ. അതിന് പകരമായിട്ട് ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം, ഒരു പുനർവാസ യോജന നടത്തുന്നുണ്ട്. അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ചെയ്യിപ്പിക്കുക, ചെയ്യാനുള്ള അവസരം കൊടുക്കുക. യൂസ്ലെസ് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകരുത്. എനിക്കും കുറച്ചെല്ലാം ചെയ്യാൻ പറ്റും, ഞാനും നിങ്ങളെക്കാളും കുറഞ്ഞവരല്ല. ഇവിടെ കാണുന്ന ഈ ബിൽഡിങ്സ് എല്ലാം നോക്കിക്കും. അവരെല്ലാം ഈ കുഷ്ഠരോഗികൾ സമൂഹം പറഞ്ഞ് യൂസ്ലെസ് ആണെന്ന്. അവരെ കൈയില്ലാത്ത കൈകൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങാണ് ഇത് മുഴുവനും. ഹോസ്പിറ്റൽ മുതൽ ഇവിടം വരെയുള്ള എത്ര ബിൽഡിംഗ് നമ്മൾ കാണുന്നുണ്ടോ അത് മുഴുവൻ അവരുണ്ടാക്കിയതാണ്. ദ എബിലിറ്റി ഓഫ് ദ ഡിസേബിൾഡ്. And there are no engineers, no contractors, no outsiders for the construction of all these houses. എല്ലാവരുടെ പാർട്ടിസിപ്പേഷനാണ്. അവരുടെ എബിലിറ്റി അവർ ഘോഷണ ചെയ്യുകയാണ്. അത് പ്രൂവ് ചെയ്തു ആകും. അപ്പോഴത്തെ ഒരു കോൺഫിഡൻസ് വരും. ആ മാനസിക മുറിവ് കരിക്കുകയാണ്. അങ്ങനെ ഇവരെയും സമുദായത്തിൽ ഒരു അംഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നു. ഈ പുനർവാസ യോജന ഈ കൊണ്ട് അങ്ങനെയൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടുന്ന്
പച്ചക്കറികൾ, പാല്, കോഴി ഇതെല്ലാം മാർക്കറ്റിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ സമുദായം ഇവരെ അംഗീകരിക്കുന്നു. ആത്മവിശ്വാസത്തോടെയുള്ള ഒരു കുഷ്ഠരോഗിയുടെ ജീവിതം ഇവിടെ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുകയാണ്. സ്വന്തമായി കൃഷി ചെയ്തും കെട്ടിടങ്ങൾ പണിതും പരസഹായമില്ലാതെ ജീവിക്കുന്നവർ ലോകത്തിന് മാതൃകയാണ്. നിരവധി വർക്ക്ഷോപ്പുകൾ ഇവിടെയുണ്ട്. വിവിധ തരം തൊഴിലുകളിൽ പ്രാവീണ്യമുള്ളവർ രോഗികളായി ഇവിടെ വന്ന ശേഷം രോഗികളായി തുടരാതെ രോഗാവസ്ഥയിലും തങ്ങളുടെ കഴിവുകൾ ഈ ഗ്രാമത്തിന് സംഭാവന ചെയ്ത് ആത്മാഭിമാനത്തോടെ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നു. ആശുപത്രിയിലും താമസ സ്ഥലങ്ങളിലുമായി ദിവസം 75 കിലോ അരി, 50 കിലോ പച്ചക്കറി, 50 കിലോ മാംസം, 40 കിലോ മത്സ്യം എന്നിവ ആവശ്യമുണ്ട്. വേണ്ട വിഭവങ്ങളെല്ലാം ഈ ഗ്രാമത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം പശു വളർത്തലാണ്. മുന്തിയ ഇനം പശുക്കളെ ശാസ്ത്രീയമായി ഇവിടെ വളർത്തുന്നു. കുഷ്ഠരോഗികളുടെ ഗ്രാമത്തിൽ നിന്നുമുള്ള പശുക്കളുടെ പാൽ ഉപയോഗിക്കുവാൻ മുൻപ് ജനം ഭയന്നിരുന്നു. എന്നാൽ ഫാദർ ക്രിസ്തുദാസിന്റെ കഠിന പരിശ്രമത്താൽ നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെ നാട്ടുകാരുടെ പേടി മാറുകയും ബീഹാറിലും നേപ്പാളിലും സുന്ദർപൂർ പാൽ പ്രശസ്തമാവുകയും ചെയ്തു. പന്നി വളർത്തലും കോഴി വളർത്തലുമാണ് മറ്റു വരുമാന മാർഗങ്ങൾ. കൃഷി ചെയ്യലും വിളവെടുപ്പും ധാന്യ സംസ്കരണവുമെല്ലാം ഇവിടെ തന്നെ നടക്കുന്നു. ഭക്ഷണകാര്യങ്ങളിൽ സുഭിക്ഷമാണ് ഈ ഗ്രാമം. എല്ലാവർക്കും ഭക്ഷണം സൗജന്യമാണ്. രോഗപ്രതിരോധ ശക്തിയില്ലാത്ത 5% ആൾക്കാർക്ക് മാത്രമേ കുഷ്ഠരോഗം പകരൂ. കുഷ്ഠരോഗികളുടെ മക്കൾക്ക് ആർക്കും കുഷ്ഠരോഗമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തങ്ങൾ കുഷ്ഠരോഗികളുടെ മക്കളാണെങ്കിലും കുഷ്ഠരോഗമില്ലാതെയും കുഷ്ഠരോഗികളായ മാതാപിതാക്കളെ വെറുക്കാതെയും ഇവർ ജീവിക്കുന്നത് ബാബ എന്ന ഫാദർ ക്രിസ്തുദാസിന്റെ വ്യക്തിപ്രഭാവം തന്നെയാണ്. LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുന്നു. തികഞ്ഞ അച്ചടക്കവും ശുചിത്വവും പൗരത്വ ബോധവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് ബാബ ഇവിടെ ചെയ്തത്.
ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകൾ ഉണ്ട്. സ്കൂൾ അധ്യാപികയും ഒരു അന്തേവാസിയുടെ മകളുമായ മനുഷ്യയാണ് ഹോസ്റ്റൽ വാർഡൻ. मेरा नाम मनीषा कुमारी है। मेरे पिताजी का नाम भगेलू शाह है। मैं जब 7 साल की थी तो मैं सुंदरपुर में आई। मेरा गांव का नाम गौनाहा लेप्रोसी कॉलोनी है। बाबा वहां पर गए देखने के लिए, सब कोई भीख मांग रहा था तो वहां पर बाबा पहुंचे। अगर बाबा नहीं होते तो हम लोग भी उन्हीं माँ बाप के समान भीख मांगते। बाबा वहां पर पहुंचे तो वहां का स्थिति देखे तो उनको बहुत खराब लगा, इसलिए वो सोचे कि वहाँ पर गौनाहा में कॉलोनी बना, लेप्रोसी कॉलोनी बना दिए। उसके बाद हम लोग को यहाँ पर पढ़ाने के लिए लाए ताकि हम लोग का भी जीवन सुधर जाए और हम लोग भी पढ़ कर बाबा जैसे आदमी बन सके। രാവിലെ 7 മണിക്ക് കുട്ടികൾ ബാബയെ സന്ദർശിക്കുവാൻ വരും. പരിസരങ്ങൾ മുഴുവൻ അവർ അടിച്ചു വൃത്തിയാക്കും. കുറച്ചുപേർ പൂന്തോട്ടം ഓടിയാക്കും. ബാബയുടെ നേതൃത്വത്തിൽ പ്രഭാത പ്രാർത്ഥന. ബാബ കുട്ടികൾക്ക് വേണ്ട ഉപദേശവും നിർദ്ദേശങ്ങളും നൽകുന്നു. തുടർന്ന് പ്രഭാത ഭക്ഷണം. ബാബ തന്നെ തന്റെ കുഞ്ഞുമക്കൾക്ക് വിളമ്പിക്കൊടുക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ്. പരിപ്പും പയറും ഉരുളക്കിഴങ്ങും അടങ്ങിയ പോഷക സമൃദ്ധമായ ഭക്ഷണ രീതിയാൽ ആരോഗ്യപരമായി ഈ കുട്ടികൾ മുൻപന്തിയിലാണ്. നമ്മുടെ ആശുപത്രിയിലും സ്കൂളിലുമായിട്ട് 300 പേർക്ക് 3 പ്രാവശ്യം ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് 28-29 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരിക്കലും പ്രഭു പറയരുത് നീ എനിക്ക് ഭക്ഷണം തന്നില്ല എന്ന്. ഇവിടുത്തെ പിള്ളേർ ആദ്യം സ്കൂളിലൊന്നും ചേർക്കത്തില്ലായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്കൂൾ നടത്തുന്നു. സ്കൂൾ നടത്തിയിട്ട് ഇപ്പോൾ 450 പിള്ളേർ പഠിക്കുന്നുണ്ട്. നമ്മുടെ സമുദായത്തിലൊരു വിശ്വാസമുണ്ട്, ഒരു തെറ്റിദ്ധാരണയുണ്ട്, കുഷ്ഠരോഗികളുടെ കുഞ്ഞുങ്ങൾ കുഷ്ഠരോഗികളായിട്ട് മാറുമെന്ന്. അതൊരു ഭയങ്കര തെറ്റിദ്ധാരണയാണ്. അവരുടെ പിള്ളേർ, ഒരു കുഷ്ഠരോഗിയുടെ കൊച്ച് കുഷ്ഠം പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. 500 പിള്ളേർ അവരെല്ലാം കുഷ്ഠരോഗികളുടെ പിള്ളേരാണ്. ഒരു 25 ലെപ്രസി കോളനിയിൽ നിന്ന് കൊണ്ടുവന്ന പിള്ളേർ. അവരിൽ ആർക്കും കുഷ്ഠരോഗം പിടിച്ചിട്ടില്ല, പിടിക്കുകയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെ കൊണ്ടുവന്ന് പഠിപ്പിക്കുക, വളർത്തിയെടുത്തിട്ട് സമുദായത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുപോയി ആക്കുക. കുഷ്ഠരോഗികളുടെ മക്കളായി ജനിച്ചു പോയതുകൊണ്ട് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഭിക്ഷയാചിച്ചും മോഷണം നടത്തിയും ക്രിമിനലുകളായി മാറേണ്ടിയിരുന്ന ഈ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും പുനരധിവസിപ്പിച്ച് ദേശസ്നേഹമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് ഇവിടെ ഫാദർ ക്രിസ്തുദാസ് ചെയ്തത്. सैल्यूट द फ्लैग। भारत माता की जय, भारत माता की जय, पंडित जवाहरलाल नेहरू की जय, महात्मा गांधी की जय, राजेंद्र बाबू की जय, इनकलाब इनकलाब इनकलाब। കുഷ്ഠരോഗികളായിരുന്ന സൗഖ്യം ലഭിച്ച അധ്യാപകരാണ്
ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. I am Amin Mansoori. I have been living here since 85. At first, I was suffering from leprosy disease. I came to Baba. He admitted me in his hospital. He treated me. Now I am free from leprosy. I have been working here in Little Flower High School since 85. There are 350 students in my school. They have come from different colonies. Their parents are leprosy patients. Baba has called them. Baba like to teach them, and he wants to join them in the mainstream of society. ഒരു കൊച്ച് ഇംഗ്ലണ്ടിൽ പഠിക്കുന്നു. പഠിച്ചിട്ട് MBBS ഈ വർഷം തീരും. ഒരു കൊച്ച് ചെന്നൈയിലുണ്ട്, ഹൈക്കോർട്ടിൻ്റെ വക്കീലാണ്. ഇവിടുത്തെ കൊച്ച. പിന്നെ ഒരുപാട് പേര് പട്നയിൽ, ബോംബെയിൽ, ഡൽഹിയിലെല്ലാം ജോലി ചെയ്യുന്നു. സമുദായമായിട്ട് ചേരുകയാണ്. അവർക്കെല്ലാം പോയി. അപ്പോൾ സാമുദായിക വ്രണം മുറിവങ്ങോട്ട് ഉണങ്ങുന്നു. ഇനി ഉണങ്ങാനായിട്ട്. This girl, Rina Kumari, her parents are leprosy patient. At first, she was reading in Little Flower School. After third class, Baba sent her in Betia Santresa Girl High School. From there, she passed matriculation examination. After passing matriculation examination, she went to England through Baba. She is getting training of making medicines. She is standing in the middle of the couple. They are her guardian. Priyanka, please give me the definition of phrase. फ्रेज एक शब्दों का झुंड है. Phrase एक शब्दों का झुंड है. जो अर्थ देता है लेकिन पूरा अर्थ नहीं देता है. कुछ अर्थ देता है किंतु पूरा अर्थ नहीं देगा. और इसमें सब्जेक्ट और वर्ब नहीं होता है. A phrase is a group of words. It has no subject. It has no verb. It has no full meaning. Ankita, now tell me, what is the difference between a phrase and a clause? കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു ബാബ. ബാബ നല്ലൊരു അധ്യാപകൻ കൂടിയായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ തന്റെ കുട്ടികൾ ഒട്ടും പിറകിലാകരുത് എന്ന വാശിയുള്ള ബാബ ഒഴിവു സമയങ്ങളിൽ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു. കുഷ്ഠരോഗികളുടെ മക്കൾ മാത്രം പഠിക്കുന്ന സ്കൂളിലേക്കും ഈ ഗ്രാമത്തിലേക്കും ടൗണിലെ ഡങ്കൻ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒരു സന്ദർശനം. പുറം ലോകം ഇന്നും കയറുവാൻ അറയ്ക്കുന്ന ഈ കുഷ്ഠരോഗികളുടെ ഗ്രാമത്തിലേക്ക് ഒരു സൗഹൃദ സന്ദർശനം. ബാബ ഗ്രാമത്തിലേക്ക് ഇറങ്ങി വന്ന് ആലിംഗനം ചെയ്ത് അതിഥികളെ സ്വീകരിച്ചു. ഒരു മിഷണറി സ്കൂളായ ഡങ്കൻ സ്കൂൾ സമൂഹത്തിന് ഒരു മാതൃകയായി. അവശരെയും ആലംബഹീനരെയും സന്ദർശിച്ച് അവരുടെ കൂടെ കളികളിലും ചർച്ചകളിലും അവർ ഏർപ്പെട്ടു. പരസ്പരം ഇടകലർന്നിരുന്ന് സൗഹൃദം പങ്കുവച്ചു. വിരുന്നു വന്നവർ ആതിഥേയരെ വളകളും അലങ്കാര വസ്തുക്കളും കൊടുത്ത് ബഹുമാനിച്ചു.
ഒരുമിച്ചിരുന്ന് അവർ ഭക്ഷണം കഴിച്ചു. മത്സരമില്ലാത്ത ഒരു സൗഹൃദ മത്സരം. ഈ സ്നേഹം സുന്ദർപൂർ ഗ്രാമവാസികൾ ശരിക്കും ആസ്വദിച്ചു. സമ്മാനങ്ങൾ നൽകി പിരിയുമ്പോൾ ഒരു സ്നേഹവിപ്ലവം ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരുങ്ങുകയായി. നമ്മൾ അന്യരല്ല, നമ്മൾ ഒന്നാണ്. സ്നേഹദൈവത്തിന്റെ മക്കളാണ്. ഞങ്ങൾ ഇനിയും വരാം. ഈ സ്നേഹം കെടാതെ സൂക്ഷിക്കാം. ഇപ്പോൾ ഇവിടെ 200-ഓളം കുടുംബങ്ങൾ ബാബ വീട് വെച്ചു കൊടുത്ത് ഇവരുടെ താമസിപ്പിച്ച് വർഷങ്ങളായി. ഇവരുടെ കുട്ടികൾ ഇവിടെ തന്നെ പഠിച്ച് അത് കഴിഞ്ഞ് ഇവിടെ ഹയർ സ്റ്റഡിക്ക് പുറത്തു പോയി ഒരു നല്ലൊരു ഫ്യൂച്ചർ അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കുഷ്ഠരോഗികളുടെ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു കുട്ടിയുടെ വിവാഹ ജീവിതം എങ്ങനെയാണ്? You see, these children, they have their education, they get educated. Afterwards they are trained. They get out of these leprosy colonies, get into the normal society, and get involved. And slowly they find their own companions, their own husbands and wives. And so many have already happened, and more are happening. And we expect, we dream that there will be a bright future for all these children, away from all leprosy colonies and all the stigma attached to that. And they will be normal citizens, beautiful couples, and the very, very satisfying experience we are having. ഗ്രാമത്തിലെ ഈ അന്തേവാസിയുടെ മകളുടെ വിവാഹത്തിന് ബാബയെ ക്ഷണിച്ച് അനുഗ്രഹം വാങ്ങുവാൻ എത്തിയതാണ് ഹരിനാഥ് എന്ന ഈ കുഷ്ഠരോഗി. പ്രതിശ്രുത വരൻ ഒരു IT സ്ഥാപനത്തിൽ എഞ്ചിനീയർ. നന്ദി ബാബ, നന്ദി. തങ്ങളുടെ മകൾക്ക് ലഭിച്ച ഈ സൗഭാഗ്യത്തിന് കാരണക്കാരൻ തങ്ങളുടെ എല്ലാമായ ബാബയാണ്. രാത്രിയിലാണ് വിവാഹ ചടങ്ങുകൾ നടക്കുന്നത്. സുന്ദർപൂർ ഗ്രാമം ഉത്സവലഹരിയിലായി. തങ്ങളുടെ ഒരു പൊന്നോമന മകളുടെ വിവാഹം. ഈ ഗ്രാമവാസികളെ പുറം ലോകത്തുള്ളവരാരും വിവാഹത്തിനോ ആഘോഷങ്ങൾക്കോ ക്ഷണിക്കാറില്ല. കുഷ്ഠരോഗികളെ എല്ലാവരും മാറ്റി നിർത്തും. ഈ ഗ്രാമത്തിലെ ഈ അംഗത്തിന്റെ വിവാഹത്തിനെത്തുന്നത് ഈ ഗ്രാമത്തിലെ അന്തേവാസികൾ മാത്രം. ആട്ടവും പാട്ടുമായി അവർ ഈ ദിനം ആഘോഷിക്കുന്നു. കൽക്കട്ടയിൽ നിന്നും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വരനും ബന്ധുക്കളും കുഷ്ഠരോഗികളുടെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. കുഷ്ഠരോഗികളുടെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ സ്വീകരിക്കുവാൻ ഒരു യുവാവ് തയ്യാറായത് തന്നെ മാറ്റങ്ങളുടെ സൂചനയെയാണ് കാണിക്കുന്നത്. വിവാഹപ്പിറ്റേന്ന് നവദമ്പതികൾ ഇതാ കുഷ്ഠരോഗികളുടെ ഗ്രാമത്തിലേക്ക്. താൻ ജനിച്ചു വളർന്ന ഗ്രാമവീഥിയിലൂടെ തന്റെ പ്രിയതമനുമൊത്ത് കടന്നു വരുന്നത് തന്നെ ഈ നിലയിലെത്തിച്ച പിതാവിന് തുല്യം താൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബാബയെ കാണുവാൻ. താൻ സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയ ഈ സുന്ദർപൂർ ഗ്രാമത്തിന്റെ മകൾ ഇതാ തന്നെ കാണുവാൻ എത്തിച്ചേർന്നിരിക്കുന്നു. ബാബ പ്രണാമം. പട്ടുപുതപ്പിച്ച് തന്റെ മരുമകനെ സ്വീകരിച്ച ബാബ തന്റെ മുറിയിലേക്ക് ഇരുവരെയും ക്ഷണിച്ചു. വിഭവങ്ങൾ ഒരുക്കി കാത്തിരുന്ന ബാബയുടെ മുൻപിൽ
മകളുടെ സ്നേഹസ്വരം മുഴങ്ങി. आपको भी खाना खाना है, आपका भी तबीयत खराब ബാബ, है, टाइम पे ഭക്ഷണ കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. ഈ വാക്കുകൾ ബാബയിൽ പിതൃസഹജമായ വാത്സല്യവും സ്നേഹവും ഉണർത്തി. Take enough care of yourself and take care of each other. That the blessing of the good Lord be with you. ബാബ ഇരുവരെയും അനുഗ്രഹിച്ചു. നന്ദി ബാബ, ഞങ്ങൾ മറക്കില്ല. ഈ സ്നേഹത്തിന് എങ്ങനെയാണ് നന്ദി പറയുക? കഷ്ടപ്പെടുന്ന ഒരു കുഷ്ഠരോഗി, അത് ക്രിസ്തുവായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. വിശുദ്ധ കുർബാനയിലെ എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ആ ക്രിസ്തുവും ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കുഷ്ഠരോഗിയും രണ്ടും എനിക്ക് ഒന്നുപോലെ തോന്നുന്നതാണ്. അപ്പം അവരെ പൂജിക്കുന്നതും അവരെ സേവിക്കുന്നതും ക്രിസ്തുവിനെ ആരാധിക്കുന്നത് പോലെ തന്നെ എനിക്കൊരു തോന്നലാണത്. അപ്പം poor man is a sacrament of Christ. Christ is present in the poor. ദാഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിന് ഇവരെ വെള്ളം കുടിപ്പിക്കാൻ സമുദായം അനുവദിക്കുന്നില്ല. കുഴൽ കിണറുകളോ വെള്ളമോ കിണറിൽ നിന്നും വെള്ളം എടുക്കാൻ പറ്റത്തില്ല, സമ്മതിക്കുന്നില്ല. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 450 കുഴൽ കിണറുകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ബീഹാറിൻ്റെ പല പല ഗ്രാമങ്ങളിലും എല്ലാമായിട്ട്, കോളനികളിലൂടെ. പിന്നെ അവർ ദാഹിക്കുന്നു എന്ന് പറയേണ്ടത് പുള്ളി, എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു പറയാനുള്ള ഒരു അവസരം കൊടുക്കരുത്. പിന്നെ ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നെയ്ത്തുശാല നടത്തുന്നു. 1000 മീറ്റർ തുണികളെല്ലാം ഉണ്ടാക്കുന്നു, അവരെ ഉടുപ്പിക്കുന്നു. ലിറ്റിൽ ഫ്ലവർ പുനരധിവാസ കേന്ദ്രത്തിൽ സ്ത്രീകൾക്ക് നെയ്ത്താണ് പ്രധാന തൊഴിൽ. നല്ല വരുമാനമാണ് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത്. ആസാമിലെ തുഷാറിൽ നിന്നുമാണ് ഇവിടേക്ക് ആവശ്യമുള്ള കൊക്കും ഗ്രാമത്തിലെത്തുന്നത്. ഭിക്ഷാടനം നടത്തി ജീവിച്ചവർക്ക് അധ്വാനത്തിന്റെ മഹത്വം ബാബ മനസ്സിലാക്കി കൊടുത്തു. കുഷ്ഠരോഗികൾ നെയ്തെടുക്കുന്ന പട്ടുടയാടകൾക്ക് ബീഹാറിൽ മാത്രമാണ് ആവശ്യക്കാരെന്ന് ധരിച്ചാൽ തെറ്റി. മുംബൈ, ഡൽഹി, കൽക്കട്ട നഗരങ്ങളിലും ഇംഗ്ലണ്ട്, ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും ഇവർ വസ്ത്രങ്ങൾക്ക് വിപണി കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു പറയരുത്, ഞാൻ നഗ്നനായി വന്നു, നീ എന്നെ ഉടുപ്പിച്ചില്ല. പിന്നെ ഞാൻ പരദേശിയായിരുന്നു, നീ എന്നെ ആട്ടി ഓടിച്ചു. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു 25 ലെപ്രസി കോളനികളിൽ ചെറ്റക്കൂടുകളെല്ലാം മാറ്റിയിട്ട് ഇതുപോലെയുള്ള ബിൽഡിങ് ഹൗസസ് എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 550 കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രദേശികളായവർക്ക് വീടുണ്ടാക്കി കൊടുത്ത് ക്രിസ്തുവിനെ പൂജിക്കുന്നു. അതുകൊണ്ട് അവിടെയും ക്രിസ്തു പറയരുത്, ഞാൻ പരദേശിയായിരുന്നു, നിന്റെ അടുത്ത് വന്നു, നീ എന്നെ ആട്ടി ഓടിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ വന്ന് സന്ദർശിച്ചു. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഇവിടെ ഇവർക്ക് എന്തെല്ലാം ലീഗൽ പ്രോബ്ലംസ് എല്ലാം ഉണ്ട്, അതും ഇതുമൊക്കെ ആയിട്ട് അതെല്ലാം ശരിയാക്കി കൊടുക്കാനായിട്ട് വക്കീലൊക്കെ വെച്ചിട്ടുണ്ട്.
അവരെ കാരാഗ്രഹത്തിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് നമുക്ക് തന്നെ ഒരു വക്കീൽ പിള്ളേ ഈ കുഞ്ഞുങ്ങളിൽ നിന്നൊരു വക്കീലായിട്ടുണ്ട്. അവരെല്ലാം സഹായം എടുത്തുകൊണ്ട് ഇവരെ കാരാഗ്രഹത്തിൽ നിന്നും നമ്മൾ മുക്തി പ്രദാനം കൊടുക്കുന്നുണ്ട്. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് ക്രിസ്തു പറയരുത്. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ബാബ ആരംഭിച്ച 25 ലെപ്രസി കോളനികളിലൊന്നായ ഫിൽബാരിയിലെ ധാങ് ഗ്രാമത്തിലെ കോളനിയിൽ ബാബയുടെ ഒരു സന്ദർശനം. ബാബ വരുന്നതറിഞ്ഞ് അവർ കാത്തിരുന്നു. കുട്ടികൾ ബാബയെ കാണുവാൻ തിരക്കുകൂട്ടി. വളരെ ചെറുപ്പം മുതൽ ബാബയുടെ കഥകൾ പറഞ്ഞുകൊടുത്താണ് മുതിർന്നവർ അവരെ വളർത്തുന്നത്. കുഷ്ഠരോഗം ചികിത്സിച്ച് ഭേദമായ ആളുകൾ താമസിക്കുന്ന ഈ കോളനിയിലെ അന്തേവാസികൾ ബാബയെ മാലയിട്ട് സ്വീകരിച്ചു. ബാബയെ കാണുവാനും ആ സാമീപ്യം അനുഭവിക്കുവാനും എല്ലാവരും ഇഷ്ടപ്പെട്ടു. ബാബയുടെ സ്കൂളിലെ അധ്യാപികയായ മനീഷയുടെ ഗ്രാമമാണ് ഇത്. തങ്ങളുടെ പ്രശ്നങ്ങളും ആവലാതികളും ബാബയെ അവർ ധരിപ്പിച്ചു. യേശു പറയരുത്, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല എന്ന്. ക്രിസ്തുവിന്റെ അഞ്ചാമത്തെ മുറിവ് ആധ്യാത്മികമാണ്. അത് ആത്മാവിനെ ചെന്ന് ആത്മാവിന് മുറിവുണ്ട്. അതിനെ സുഖപ്പെടുത്താൻ അല്പം പ്രയാസം കൂടെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഈ 4 മുറിവും കരിയുമ്പോഴത്തേക്ക് ഒരു അനുഭവം കിട്ടും. ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ടെന്ന്, ഒരു സ്നേഹമുള്ള ദൈവം ജീവിച്ചിരിപ്പുണ്ട്. എവിടെ നിന്നാണ് ബാബയ്ക്ക് ശക്തി ലഭിക്കുന്നത്? ഏവരുടെയും ചോദ്യത്തിന് ഉത്തരമാണിത്. അപ്പവും വീഞ്ഞും യേശുവിന്റെ തിരുശരീര രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാനയിൽ നിന്ന് തന്നെ. യേശുവിനെ ബാബ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് സ്വന്തം ജീവിതം കൊണ്ട്. നിരവധി അവാർഡുകൾ ബാബയെ തേടിയെത്തി. 2009 വീക്ക് മാഗസിന്റെ മാൻ ഓഫ് ദ ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ബാബയെ തേടി അഭിനന്ദനങ്ങളുടെയും പ്രാർത്ഥനയുടെയും പ്രവാഹമായിരുന്നു. ധാങ് ഗ്രാമത്തിലെ സന്ദർശനം കഴിഞ്ഞ് ബാബ അവരെ ആശ്വസിപ്പിച്ച് യാത്ര പറയുമ്പോൾ ആ ഗ്രാമം മുഴുവൻ ബാബയെ പിന്തുടർന്നു. ഇനി എന്നുവരും ഞങ്ങളുടെ രക്ഷകൻ? അങ്ങയുടെ സാമീപ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. അവർ അറിഞ്ഞില്ല ഈ സന്ദർശനം ബാബയുടെ അവസാന സന്ദർശനമായിരുന്നു എന്ന്. കടുത്ത ന്യൂമോണിയ ബാധിച്ച് 74-ാം വയസ്സിൽ ബാബ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ വാർത്ത ഗ്രാമവാസികളെ അക്ഷരാർത്ഥത്തിൽ ദുഃഖിതരാക്കി. ലോകം വെറുത്ത ഞങ്ങളെ വാരിപ്പുണരാൻ ബാബ ഇനി വരില്ല. ഇനി
പ്രിയരേ നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരേ കാണാം അവിടെ പിരിയാം ഇപ്പോൾ കാണാം അവിടെ ഞങ്ങൾക്ക് ദുഃഖമില്ല, നിരാശയില്ല. ഞങ്ങൾ സന്തുഷ്ടരാണ്. കാരണം ബാബയുടെ ആത്മാവ് ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലുണ്ട്. പിന്നെ ഞങ്ങൾ എന്തിനു ഭയക്കണം? ബാബയുടെ പാദസ്പർശനമേറ്റ അണുക്കൾ നിറഞ്ഞ ഈ വീഥി നാളെ ഒരു പുണ്യഭൂമിയായി മാറും. ഞങ്ങൾ പരസ്പരം സഹായിച്ചും ആശ്വസിപ്പിച്ചും ഇവിടെ കഴിയും. ഇവിടെ നിന്ന് ഞങ്ങളെ ആരും ആട്ടിയിറക്കില്ല. ഞങ്ങൾക്ക് മരുന്നുണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, പാർപ്പിടമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു പുതിയ ലോകത്തിൽ ജീവിക്കുന്നു. കുഷ്ഠരോഗമില്ലാത്ത കുഷ്ഠരോഗികളുടെ മക്കളായി തന്നെ. ബാബയെപ്പോലുള്ള നല്ല മനുഷ്യർ ഈ ഭൂമിയിൽ ഇനിയും ജന്മമെടുക്കട്ടെ. ഞങ്ങൾക്ക് ഈ ലോകത്തോട് പറയുവാൻ ഒന്നു മാത്രം: സഹായിച്ചില്ലെങ്കിലും ഞങ്ങളെ വെറുക്കരുത്. ഞങ്ങളും മനുഷ്യരാണ്. നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. मधाई